ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ടിട്ട് എല്ലാവരും വന്നതായിരിക്കുമല്ലോ എന്താ വിഷയം എന്നൊക്കെ അറിയാനായിട്ട്. വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഇപ്പം തന്നെ പറയാവേ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കാണണമെങ്കിൽ ഫോളോ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. നമ്മൾ ആരെക്കൊണ്ട് ഒരു ഐറ്റം പോലും ഫോഴ്സ്ഫുള്ളി പർച്ചേസ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നമ്മൾ ജെനുവിനാണെന്ന് തോന്നിയാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ലേ എന്ന് പറയണുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് ഇപ്പോൾ ഇഷ്ടമായില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും വേറെ ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ ഇഷ്ടമായാലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. പിന്നെ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് വരെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ ഈ ഒരു ജേണി തുടങ്ങിയിട്ട്, ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലുമായിട്ടൊരു ജേണി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് നല്ല ഒരു എക്സ്പീരിയൻസും ഒത്തിരി ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തൃശ്ശൂർ ഉള്ളൊരു മേഡാണ് പർച്ചേസ് ചെയ്യുന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടമായി. അവരിട്ട് കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് 1-2 പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പാലക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, അങ്ങനെ ഓരോ വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അതുപോലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ വന്നതാണ് ലക്ഷദ്വീപിൽ നിന്നൊരു ഓർഡർ. പുള്ളിക്കാരിയായിട്ട് യാതൊരു പരിചയമില്ല. ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അവർ ഐറ്റം ഇഷ്ടമായിട്ട് പർച്ചേസ് ചെയ്തതാണ്. നമ്മളെന്താ ഡെലിവറി ചാർജോ ഷിപ്പിംഗ് ചാർജോ ഒന്നും ഇല്ലാതെ ആ ഐറ്റത്തിൻ്റെ റേറ്റ് മാത്രം മേടിച്ചുകൊണ്ടാണ് ഐറ്റം ഡെലിവറി ചെയ്തത്. 3 ദിവസത്തിനുള്ളവർക്കത് ഐറ്റം കിട്ടുകയും ചെയ്തു. അവരുമായിട്ട് ഇപ്പോഴും നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയായി വിശേഷങ്ങൾ ചോദിക്കലും എല്ലാമായിട്ട് അവർ നമ്മുടെ കാര്യങ്ങൾ തിരക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം അവർക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒരു ഐറ്റവും ഒട്ടും ജെനുവനില്ലാത്ത ഒരു ഐറ്റവും കൊണ്ടുവരുന്നില്ല. 3-4 ദിവസം ഇതിൻ്റെ പുറകെ നടന്ന് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നല്ലപോലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഓരോ ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നല്ല ഐറ്റമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 10 രൂപയുടെ ഒരു ഐറ്റം ആണെങ്കിൽ കൂടി നിങ്ങളത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള മൂല്യം ഉണ്ടാവണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ അതുപോലെ സൂക്ഷിച്ചാണ് ഓരോ ഐറ്റം പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പേര് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓരോ മോഡൽ പറഞ്ഞിട്ട് ആ മോഡൽ ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർ വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ട് അവർ പിന്നീട് നമ്മൾ അവരെ വിളിച്ച് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞ ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടേ അതങ്ങനെ നമ്മളോടങ്ങനെ ചെയ്യുമ്പോൾ ചിലവർ വിളിച്ച് രാവിലെ മുതൽ വിളിച്ച് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ഓരോന്നിൻ്റെ ഓരോ ഡീറ്റെയിൽസും ചോദിച്ച് നമ്മൾ അപ്പം തന്നെ അതിനുള്ള റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം അതുപോലെ നല്ല സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ആ സെക്കൻഡിൽ തന്നെ പുതിയ അപ്ഡേഷൻ തരുന്നത്. അങ്ങനെയെല്ലാം തന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണ്ടാന്ന് പോലും ഒരു വാക്കും പറയാം. ഐറ്റം എടുത്ത് മാറ്റി വെച്ചേരട്ടോ എന്ന് പറഞ്ഞ് 5 ദിവസമൊക്കെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവർ ഒരു റിപ്ലൈയും തരാറില്ല, വേണമെന്നോ വേണ്ടാന്നോ ഒന്നും. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റം വരുമ്പോൾ അത് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അപ്പം തന്നെ ഒന്ന് വേണ്ടാന്നൊന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് കൂടുതലും പോയേക്കുന്നത് പുറത്തേക്കാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയവരും ഓരോരുത്തർ പർച്ചേസ് ചെയ്തവരുടെ കയ്യിൽ നിന്ന് ആ ഒരു റിവ്യൂ കിട്ടി വാങ്ങിയവരൊക്കെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ, എന്നെ ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതിൽ. പിന്നെ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ഐറ്റം പർച്ചേസ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. 2-3 ദിവസമായിട്ട് അതിൻ്റെ തന്നെ പുറകിലായിരുന്നു. പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ, വീഡിയോ എടുക്കൽ എല്ലാം ആയിട്ട് അതങ്ങനെ പോയി. പിന്നെ അക്കൗണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നു. അതുകൊണ്ടൊക്കെ ആയിട്ട് ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത്. ഇനി ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇതുവരെ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഓഫർ സെയിൽ വീഡിയോയിൽ തീർക്കുന്ന കേട്ടോ. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് പുതിയ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. കയറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന എല്ലാം തീർക്കുക. ഒരുപാടൊന്നുമില്ല, എല്ലാത്തിൻ്റെ 1 പീസോ 2 പീസോ ഒക്കെ മാത്രമേ ഇതേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നാളെ മുതൽ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കയറി പർച്ചേസ് ചെയ്യുക.
499 താഴെയുള്ളത് എല്ലാ ഐറ്റംസും, അതിലും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. നല്ല ഐറ്റംസാണ്, നല്ല സ്റ്റിച്ചിങ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് മുതൽ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.